الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. واحد في أسمائه، واحد في صفاته، واحد في ذاته، ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞ മഹാ വ്യക്തിത്വത്തിനുടമയാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം എന്നുള്ളത്. അദ്ദേഹം ഒരു തത്വജ്ഞാനിയാണോ പ്രവാചകനാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏറെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല എന്നും അദ്ദേഹം ഒരു മഹാ വ്യക്തിത്വത്തിനുടമയായ മഹാവിജ്ഞാനിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാന് നാം തത്വജ്ഞാനം നൽകുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു അധ്യായത്തിൽ ഈ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമകനോട് നൽകുന്ന 10ഓളം ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ഉപദേശങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് ആ ഉപദേശങ്ങൾ നൽകാൻ, പടച്ചോനെ എന്റെ പൊന്നുമോൻ, എന്റെ പൊന്നുമകൾ ആ രൂപത്തിലൂടെ നേരായ ചൊവ്വായ മാർഗത്തിലൂടെ വരണേ എന്ന് ആഗ്രഹിക്കുവാൻ, അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു ചെറിയ ബാലൻ ഇന്നലെ ചായ വിറ്റ് നടന്നിരുന്ന ഒരു രംഗം നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ വായിക്കുകയുണ്ടായി. ആ പൊന്നുമോനോട് ചോദിക്കുകയാണ്, മോനെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്?
കാരണം വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികൾ കലാലയത്തിൽ നിന്ന് വന്ന് മൈതാനത്തിലേക്ക് പോയി അവരവരുടെ കായിക രംഗങ്ങളെ തെളിയിക്കുന്ന സന്ദർഭത്തിൽ ഈ പൊന്നുമോൻ അവിടെ ചായ വിറ്റ് ഇരിക്കുകയാണ്. അവന്റെ മറുപടി, എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ രോഗിയാണ്, ആ ഉമ്മയെ സംരക്ഷിക്കാൻ, ആ ഉമ്മയെ നോക്കാൻ അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തുകയാണ്. ഞാനിത് ചെയ്തില്ല എങ്കിൽ എന്റെ കുടുംബമേറെ പ്രയാസപ്പെട്ടു പോകും, എന്റെ ഉമ്മ വിഷമിക്കുമെന്ന് ആ പൊന്നുമോൻ ആളുകളോട് പറയുമ്പോൾ വിശ്വാസികളെ, നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരുപാട് സന്ദേശങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ആ രൂപത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് മേഖലകളിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയാണ്, അദ്ദേഹം തന്റെ പൊന്നുമോനെ ഉപദേശിക്കുകയാണ്. അല്ലാഹു പറയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ആ ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാകുന്നു മോനെ. വിശ്വാസികളെ, ആ പൊന്നുമകനോട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം മോന്റെ വിശ്വാസ മേഖലയാണ്. ആ കുട്ടിനെ വിളിക്കുന്ന ആ ഒരു രൂപം നോക്കൂ. ഭീകര രൂപത്തിലല്ല പിതാവ് വിളിച്ചത്, ദേഷ്യത്തോടു കൂടിയിട്ടല്ല പിതാവ് വിളിച്ചത്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. നമ്മുടെ കുട്ടികളെ വിളിക്കലില്ലേ പ്രിയപ്പെട്ടവരെ? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉപ്പ എന്ന്, ഉമ്മ എന്ന സ്നേഹത്തോടു കൂടി നമ്മളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്ന നമ്മുടെ മക്കളെ നമ്മൾ വിളിക്കലില്ലേ? ആ രൂപത്തിലുള്ള സ്നേഹത്തോടു കൂടിയിട്ടുള്ള വിളിയായിരുന്നു അത്. എന്താണ് വിശ്വാസികളെ, വിശ്വാസ മേഖല ഒന്നാമതായി പഠിപ്പിച്ചത്, അത് തകർന്നു പോയാൽ ബാക്കിയുള്ളതെല്ലാം നഷ്ടമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ശിർക്ക് ചെയ്താൽ അവന്റെ സങ്കേതം നരകമാണ്, സംശയമില്ല. അതുകൊണ്ട് ആ പൊന്നുമോനക്ക് ഒന്നാമതായി കൊടുത്ത ഉപദേശം, വിശ്വാസികളെ, മോനെ ശിർക്ക് ചെയ്യരുതട്ടോ എന്നുള്ളതാണ്. പിതാവ് വീണ്ടും തുടരുകയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പ്രിയപ്പെട്ടവരെ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമോനോട് പറയുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയോളമുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്, അത് ആകാശങ്ങളിലോ പാറക്കെട്ടിന്റെ ഉള്ളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും. നമുക്ക് വിശ്വാസികൾ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ പ്രത്യേകം നമ്മൾ ഉപദേശിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനും കുടുംബത്തിനും പരലോകത്തിനും ഉപകാരപ്പെടുത്തുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെയൊക്കെ മാറ്റുമാറാകട്ടെ. വിശ്വാസികളെ, അദ്ദേഹം പറയുകയാണ്, പൊന്നുമോനെ, അങ്ങനെ ചെയ്താൽ അത് അല്ലാഹ് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഉമ്മ കാണുന്നില്ല, ഉപ്പ കാണുന്നില്ല, മുതലാളി കാണുന്നില്ല, തൊഴിലാളി കാണുന്നില്ല, അയൽവാസി കാണുന്നില്ല, പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബുണ്ട് എന്നുള്ള ഒരു ബോധം ആ കുഞ്ഞു മനസ്സിലേക്ക് മഹാനായ ലുഖ്മാനുൽ ഹക്കീം ഇട്ടുകൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ, ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയും, പക്ഷേ അല്ലാഹുവിങ്കൽ നിന്ന് ഒളിച്ചു വെക്കാൻ സാധ്യമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമുക്കും വിശ്വാസികളെ പേടിയുണ്ടാകണം, ഭയമുണ്ടാകണം. അങ്ങനെ അദ്ദേഹം വീണ്ടും തന്റെ പൊന്നുമോനെ ഉപദേശിക്കുന്ന മേഖല ഏതെന്നറിയോ? നമസ്കാരത്തിന്റെ വിഷയമാണ്.
നമസ്കാരത്തിന്റെ വിഷയമാണ്. വിശ്വാസികളൊന്ന് ആലോചിച്ചു നോക്കുക. ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങൾ എത്രയാണ്? ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന പള്ളികളുടെ വിശാലത എത്രയാണ്? ഏതൊക്കെ രൂപത്തിൽ നമുക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിറകിലാണോ? നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിനാദം അത് കേട്ടിട്ടും, ആ ബാങ്കിന്റെ വിളിനാദം കേട്ടിട്ടും നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ വിശ്വാസികളെ ആ പള്ളിയിൽ എത്തിപ്പെടാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ആ പൊന്നുമോനോട് ലുഖ്മാനുൽ ഹകീം കൊടുക്കുന്ന ഉപദേശമാണ്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, മോനെ നീ നമസ്കരിക്കണം എന്നല്ല, നമസ്കാരത്തെ നീ നിലനിർത്തണേ, നമസ്കാരത്തെ നീ നിലനിർത്തണേ. വിശ്വാസികളെ, നമ്മൾ ആരും നമസ്കരിക്കാത്ത ആളുകളല്ല. പക്ഷേ നമ്മുടെ നമസ്കാരം കൃത്യമായ സമയത്ത് നിർവഹിക്കുന്നുണ്ടോ? ഓഫീസിൽ കൃത്യസമയത്ത് നമ്മൾ എത്തുന്നുണ്ട്, പഞ്ചിങ്ങിന്റെ സമയത്ത് കൃത്യമായി അവിടെ എത്തുന്നുണ്ട്, ഒപ്പിടാൻ കൃത്യമായ സമയത്ത് എത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിൽ വിശ്വാസികളെ കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടോ? നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞ് നിർവഹിക്കേണ്ട ആരാധനാ കർമ്മമാണോ നമസ്കാരം? ആണോ പ്രിയപ്പെട്ടവരെ? ഇന്നത്തെ സുബഹി നമുക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലത്തെ ഇശാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വാസികളെ ആത്മാർത്ഥതയോട് കൂടി ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ അറിയോ? ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയനിർണിതമായി ചെയ്യേണ്ടുന്ന ആരാധനാ കർമ്മമാണ് ആ നമസ്കാരം എന്നുള്ളത്. നാളെ സ്വർഗത്തിലെ ആളുകള് നരകക്കാരോട് ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങൾ എടുത്തു പറഞ്ഞപ്പോ സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ സലകകും ഫീ സഖർ. സ്വർഗത്തിലെ ആളുകൾ നരകക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖറിൽ വന്നെത്തിയത്? എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ നരകത്തിൽ വന്നെത്തിയത് എന്ന് ചോദിക്കുമ്പോ ഭയവിഹ്വലരായി കൊണ്ടവര് പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ പൊന്നുമോനോട് പിതാവ് പറയുകയാണ്, പൊന്നുമോനെ അഖ്മിസ് സ്വലാ, നമസ്കാരം നീ നിലനിർത്തണേ. എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വഅ്മുറു ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. മോനെ, നന്മ കൽപ്പിക്കുകയും തിന്മയെ നീ വിലക്കുകയും ചെയ്യണം. വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ നീ ക്ഷമിക്കുകയും ചെയ്യണം പൊന്നുമോനെ എന്ന് പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ഈ ഉപദേശം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നന്മ കൽപ്പിക്കാൻ, തിന്മ കണ്ടാൽ വിരോധിക്കാൻ. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകട്ടെ. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയെ കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കുന്ന. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ തന്നെയാണ് വിജയിച്ച ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുകയാണ്. അതുകൊണ്ട് ആ പൊന്നുമോനോട് മഹാനായ ലുഖ്മാനുൽ ഹകീം കൊടുത്ത ഈ ഉപദേശം പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ ജുമാ കേൾക്കുന്ന എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മുടെ പൊന്നുമക്കളോട് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞതെന്താ? മോനെ, പ്രയാസങ്ങളിലൊക്കെ നീ ക്ഷമിക്കണം. അല്ലെ, ഇന്നെല്ലാവർക്കും പരാതിയാണ്, എനിക്ക് അല്ലാഹു അത് തന്നില്ല, എനിക്ക് 2 നില വീടില്ല, എനിക്ക് 3 വാഹനമില്ല, എനിക്ക് മറ്റേതില്ല മറിച്ചതില്ല. വിശ്വാസികളെ, പരാതികൾ ഒഴിവാക്കുക. ഇത് ദുനിയാവിലെ ജീവിതമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണമായി സുഖം തരാമെന്ന് പറഞ്ഞിട്ടില്ല. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, ക്ലേശം അനുഭവിക്കുന്ന നിലയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്.
അല്ലേ? അപ്പൊ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വിശാലത മനസ്സിലാക്കും. അതുകൊണ്ട് പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളണം മോനെ എന്ന് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞെന്താ, ഇന്നല്ലാഹ മഅസ്വാബിരീൻ, തീർച്ചയായും ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് റബ്ബുള്ളത്. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, നന്നായി ക്ഷമിക്കുന്ന ആളുകളെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇത് എന്റെ റബ്ബിന്റെ പരീക്ഷണാണ് എന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ അള്ളാന്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസികളെ അദ്ദേഹം തന്റെ മുന്നുമകന് കൊടുക്കുന്ന ഏഴാമത്തെ ഉപദേശം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വലാ തുസഖിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരനായ ഒരാളെയും അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ പ്രിയപ്പെട്ടവർ. അദ്ദേഹം പറയാണ്, മോനെ, നീ ജനങ്ങൾക്ക് നേരെ നിന്റെ കവിളിനെ നീ കോട്ടരുത്, നീ ജനങ്ങളെ നിസ്സാരനായി കാണരുത്, അഹങ്കാരത്തോടുകൂടി നീ ഭൂമിയിലൂടെ നടക്കരുത്. ഇത് മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ആളുകളാണ്. ഒരു മുന്തിയ വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോ ഒരു വാഹനമില്ലാത്ത ആളെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറവാണ്. വിശ്വാസികളെ, നമുക്ക് വാഹനം നൽകിയത് റബ്ബാണ്, നമുക്ക് വാഹനം നൽകിയത് റബ്ബാണ്. സമ്പത്തുള്ളവൻക്ക് സമ്പത്തില്ലാത്തവനെ കാണുമ്പോൾ തോന്നുന്ന പുച്ഛം അത് ആര് തന്നു എന്ന് ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഓക്കെ, നിങ്ങള് ചരിത്രത്തിന്റെ താളുകൾ അഹങ്കാരത്തിന്റെ വശങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നവരുടെ ഒക്കെ പര്യാവസാനം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? നഷ്ടമായിരുന്നില്ലേ അവർക്കുണ്ടായിരുന്നത്? അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിന്റെ ചരിത്രം എത്ര സുന്ദരമായി കൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? ആരായിരുന്നു ഖാറൂൻ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. ആ സമ്പത്ത്, കൂട്ടിവെച്ച സമ്പത്ത്, അതിനെ പിന്നെ കൂട്ടിവെച്ച സമ്പത്തിന്റെ താക്കോല് പോലും വഹിക്കാൻ ആളുകൾ ആവശ്യമായിരുന്നു. അത്രത്തോളം അള്ള കൊടുത്തു. പക്ഷേ ആ ഖാറൂൻ എന്ത് ചെയ്തു? അവൻ അഹങ്കരിച്ചു. ആളുകൾ പറഞ്ഞു, ഖാറൂനെ, നീ അഹങ്കരിക്കല്ലേ, അള്ള നിനക്ക് നൽകിയത് നീ എടുത്തോ, ദുനിയാവിലെ വിഹിതം നീ എടുത്തോ, പക്ഷെ നീ അഹങ്കരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഖാറൂന്റെ മറുപടി എന്താ അറിയോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാ, ഇത് എന്റെ മുതല. ആ രൂപത്തിൽ അഹങ്കരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ സമ്പത്തിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ പൊന്നുമോനോട് കൊടുത്ത ഉപദേശം, മോനെ, വലാ തുസഖിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ, കബിൾ കോട്ടരുത് മോനെ, ഉച്ചത്തോടുകൂടി നടക്കരുത്. അല്ലെ? നമ്മൾ ഒരു സഹോദരനെ കണ്ടാൽ അവിടെ വലുപ്പമോ ചെറുപ്പമോ നോക്കാതെ ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് സലാം പറഞ്ഞ് എന്തൊക്കെയാണ് താങ്കളുടെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുവാനുള്ള ഒരു ഹൃദയ വിശാലതയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഉപദേശങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, മക്കൾക്ക് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ
ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നു മകനോട് ഉപദേശിക്കുന്ന 10ഓളം ഉപദേശങ്ങളിൽ 8 ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവസാനമായി ആ പൊന്നുമോനോട് ആ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, വഖ്സിദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതിക. മോനെ, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഗ്ദുദ് മിൻ സൗതിക, നിന്റെ ശബ്ദത്തെ നീ കുറക്കുകയും ഒതുക്കുകയും ചെയ്യണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദമാകുന്നു എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമകൻ ഉപദേശിക്കുകയാണ്. വേഗത കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ ഒരു മിതമായ നല്ല രൂപത്തിൽ പെരുമാറണമെന്നാണ് ഈ പിതാവ് തന്റെ പൊന്നുമോനോട് ഉപദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാവരും ഒരേപോലെ അംഗീകരിച്ചിരുന്ന ഒരു മനുഷ്യൻ. എന്തായിരുന്നു ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സൽ സ്വഭാവമായിരുന്നു. ഒരാളോട് ഇടപെടുക, ഒരാളോട് പെരുമാറാൻ നമുക്ക് സാധ്യമായാൽ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, അതിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് വരും, അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പ്രവാചകന്റെ മഹത്വം എത്രയാണ്! ആഗ്രഹമില്ലേ നമുക്ക് നമ്മുടെ ഉമ്മ, എന്റെ മോൻ ഏറ്റവും നല്ല കുട്ടിയാണെന്ന് പറയാൻ? നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അയൽവാസി, നമ്മളുമായി ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ പറയാൻ ആഗ്രഹമില്ലേ പ്രിയപ്പെട്ടവരെ? ആ പൊന്നുമോനോട് പിതാവ് ഉപദേശിച്ചു. നമുക്കും ആ ഉപദേശം കൊടുക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരുടെ നടത്തം എങ്ങനെയാണ്? അല്ലാഹു പറയാണ്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. പരമകാരുണ്യന്റെ അടിമകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വിനയാനിതനായി കൊണ്ടായിരിക്കും അവർ നടക്കുക. നോക്കൂ നിങ്ങൾ, വളരെ വിനയത്തോടു കൂടിയിട്ടായിരിക്കും. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യന്റെ അടിമകൾ, പരമത്തോടും കാരുണ്യം കാണിക്കുന്ന ആ റബ്ബിന്റെ അടിമകളുടെ ഗുണമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഒരു ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും പ്രത്യേകമായി അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഭക്ഷണം കൊടുക്കാം, വെള്ളം കൊടുക്കാം, സ്നേഹം കൊടുക്കാം, സുഖസൗകര്യങ്ങൾ കൊടുക്കാം. അതിനപ്പുറം ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും 1000 ഉപദേശങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപദേശിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമോന് കൊടുത്ത ഉപദേശങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ പരിപാലിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, അവരെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന മക്കളിൽ അല്ലാഹു
സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.